നമ്മൾ ഗ്രീഷ്മമേ സഖി ചൊല്ലിയ അത് ഞാൻ ആദ്യം ഒരു 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 പെൺകുട്ടി ഞാൻ ഇവിടെ വെച്ച് ചൊല്ലിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഐ ഫീൽ അവൾ പറ്റ് അപ്പം പറഞ്ഞു പിന്നെ ഈ നീ ആദ്യമായിട്ട് അല്ല ഇത് ചെയ്യാം ഈ പ്ലീസ് ടേക്ക് ഇറ്റ് കൺസോൾ. ഗ്രീഷ്മമേ സഖി നമുക്കൊരൂഷ്മള ദീപ്തിയാർന്നൊരി മധ്യാഹ്നവേനൽ. ഞങ്ങളിങ്ങനെ അടുത്തിരിക്കണം. നല്ല തണൽ, യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അടിപൊളി അല്ലേ. പറഞ്ഞു ജഡ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഒരു മര്യാദയില്ല, പ്രേമത്തിൽ നിന്ന് പറഞ്ഞാൽ ജഡ പടാന്ന് കളിക്കാൻ. പക്ഷെ അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ആ നൈമിഷികമായ അല്ലേ, അതുകൊണ്ടായിരിക്കാം മേ ബി. അപ്പം പറഞ്ഞു നീ ആ പാട്ടെന്ന് പറഞ്ഞു, നീ ആദ്യമായിട്ട് എന്നെക്കുറിച്ച് നീ എഴുതിയൊരു പാട്ട്. ഞാൻ പറഞ്ഞു ഒറ്റടി എന്ന് പറഞ്ഞു, ഒരു ഉമ്മ അടിച്ചിപ്പൊളിയും. ഗ്രീഷ്മമേ സഖി നമുക്കൊരൂഷ്മള ദീപ്തിയാർന്നൊരി മധ്യാഹ്നവേനൽ. എത്രമേൽ സുഖം, എത്രമേൽ ഹർഷം, എത്രമേൽ ദുഃഖമുക്തി പ്രദാനം. ഉടുക്ക് കൊട്ടി പാടിത്തളർന്നൊരൻ മനസ്സൊരൽപ്പം ശക്തിയിൽ വീശും. കൊടുങ്കാറ്റിൻ്റെ രുദ്രമാമുഖം മറന്നൊരൽപ്പം ശാന്തമാകട്ടെ. ഒടുക്കുകൊട്ടി പാടിത്തളർന്നൊരൻ മനസ്സൊരൽപ്പം ശക്തിയിൽ വീശും. കൊടുങ്കാറ്റിൻ്റെ രുദ്രമാമുഖം മറന്നൊരൽപ്പം ശാന്തമാകട്ടെ. ശാന്തമാകട്ടെ മനസ്സൊരൽപ്പം സാന്ത്വനത്തിൻ രുചിയറിയട്ടെ. ചേറിയലയ്ക്കും തിരമാലകളുടെ നോവുകളെല്ലാം ഞാൻ മറക്കട്ടെ. നോവുകളെല്ലാം പൂവുകളെന്ന് പാടിയ നിമിഷം ഏതെന്നു ഞാനൻ ഭൂതകാലത്തിൻ കാതിങ്കൽ മെല്ലെ ചോദിച്ചറിയുവാനൊന്നു നോക്കട്ടെ. കൊടുങ്കാറ്റിൻ്റെ യുദ്ധക്കുതിരതൻ കുതിരേ നീ ആകെ വേഷം മാറടി സായിപ്പായ. കൊടുങ്കാറ്റിൻ്റെ യുദ്ധക്കുതിരതൻ കുളമ്പൊച്ചകൾ മാഞ്ഞു പോകട്ടെ. സൂര്യനെപ്പോലെ ജ്വലിച്ചു നിൽക്കുമി ആരുടെ ഒരുപാടെ വേദനയുടെ ചങ്കുറങ്ങട്ടെ. അയ്യപ്പന് ലോകത്തില് പ്രണയം തോന്നാത്ത ഒരു സാധനം ഇല്ലല്ലോ, അതിലൊന്നാണ് ഞാനും. അത്രയുള്ളൂ. തടിച്ച് ഒരു കവി എന്നുള്ള അർത്ഥത്തിലാണ് പരിചയപ്പെടുന്നതും വായിക്കുന്നതും ഒക്കെ. അത് പിന്നെ കോഴിക്കോട് ഒഡേസയുടെ ഓഫീസിൽ ഞങ്ങള് താമസിച്ചു. അപ്പൊ ഓഫീസില് അവിടുന്ന് ഞാൻ അയ്യപ്പനെ പരിചയപ്പെടുന്നത്. അതിന് മുമ്പ് വായിച്ചിട്ടൊക്കെ ഉണ്ട്, മനസ്സിലായിട്ടില്ല വല്ലതും. ഇല്ല. പരിചയമായി. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു 2 വർഷം കഴിഞ്ഞിട്ട് വടകരക്ക് താമസം മാറി. അപ്പൊ പിന്നെ അങ്ങോട്ട് വന്ന് പിന്നെ ഇത് തന്നെ അലമ്പ്. എന്റെ അടുത്തിരുന്നിട്ടില്ല. വളരെ ഗൗരവപരമായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള അവസ്ഥ വരാൻ പോകുന്നേ ഉള്ളൂ. അത്രത്തോളം ഗൗരവം എന്ന് പറയുന്ന സംഭവം ഈ വിഷയത്തിൽ അത് ഞാൻ നടക്കും ചിലപ്പം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പനോട് ശരിക്കും ഒരു കവി എന്നുള്ള ആരാധനയും, പിന്നെ എന്താ നമ്മളെ കൂടെ താമസിച്ചപ്പോ എന്താ നമ്മളെ വീട്ടിലൊരു അംഗത്തെ പോലെ, ഒന്നുകിൽ എന്റെ കുട്ടികളെ പോലെ, അടുത്തൊരു സുഹൃത്തിനെ പോലെ, അടുത്തൊരു റിലേറ്റീവിനെ പോലെയുള്ള ഒരു അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ആണ് ശരിക്കും. അയ്യപ്പന്റെ ഒരു വ്യാഖ്യാനം, അയ്യപ്പൻ തീർച്ചയായിട്ടും ഒരു വേറൊരു തലത്തിലേക്കാണ്. അതൊരു കവി എന്നുള്ളതിലായിരിക്കും. അല്ലാതെ നമ്മളില്ല, കൊള്ളത്തിരേ പറയുള്ളൂ. യാഥാർത്ഥ്യ ബോധത്തിലാണ്. മാസ്മരിക ലോകമല്ല ജീവിതം എന്ന് പറയുന്ന ഒരു ശരിയായിട്ടുള്ള മുഖങ്ങളെ കീറി മുറിക്കുന്ന തരത്തിലുള്ള ഒരു സാമീപ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഉണ്ട്. എന്റെ പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ട്.
എൻ്റെ പുസ്തകം ഞാൻ തന്നെ ഒരു പുസ്തകമാകുന്നു. അതെന്ന് വെച്ചാല് എന്നെ വെച്ചാലെന്ന് പറഞ്ഞാൽ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. പറടി ചുക്കി ലൈഫില് ഒരുപാട് ഇടപെട്ടിട്ടുണ്ടെന്നുള്ള സത്യം. ഇടപെടുകയും പിന്നെന്താ അത് നുണ പറയുമ്പോ വിൽക്കരുത്. ഒരു തലത്തിലേക്ക് അതൊരു തരം ഡയമെൻഷൻ എന്നാ പറയുന്നത് ഇംഗ്ലീഷിൽ. ഡയമെൻഷൻ. അപ്പൊ അത് ഒരു തരം എന്താ പറയാ വളരെ ഹർട്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എവിടെ കത്തി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് പിന്നെ വളരെയധികം പരസ്പരം ഭയങ്കര വെറുപ്പിന്റെ അങ്ങേ അറ്റെത്തിയിട്ടുണ്ട്. അത് ചിലപ്പോ ഒരുപാട് സ്നേഹമുള്ളതുകൊണ്ടായിരിക്കും. അപ്പം എന്നിട്ട് അടിയായി എന്നിട്ട് പിന്നെ അടിച്ചു കഴിഞ്ഞപ്പം പിന്നെ ഭയങ്കര എന്താ പറയാ, എനിക്ക് നമ്മളെ കുട്ടികളെല്ലാം അടിച്ചാല് നമുക്ക് തോന്നിയൊരു കുറ്റബോധം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു തലത്തിലേക്ക് ഭയങ്കര വിഷമം. അത് എന്താ പറയാ, ഞാൻ വളരെയധികം ഡിപ്രസ്ഡ് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഇതുകൊണ്ടാണ്. ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട് അത്രത്തോളം വെറുപ്പും അതുകൊണ്ടാണ്. ഡോക്യുമെന്ററി ചെയ്യാനുള്ള ഒരു നടന്നു. ശരിക്കും ഇങ്ങനെ ഒരു സൗഹൃദം ഉണ്ടായെന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു കയറി കൊടുത്ത് നടന്നതെന്നും ഒക്കെ ഉള്ള അങ്ങനെ എന്തെങ്കിലും ഒരു അതിനെ കുറിച്ച് ശരിക്കും ഒരു എന്താണ് അതിനെ കുറിച്ചുള്ള ഒരു പറയാൻ പറ്റും? ഇയാളെ മുതല് ഇയാള് എന്നെ പോലെ വലിയൊരു മനുഷ്യനാ ഇയാളെന്നൊക്കെ അയ്യപ്പനെ മരിക്കും കയ്യിലല്ലോ. അങ്ങനെ പറ പേരെങ്കിലും അയ്യപ്പന്റെ കവിതയൊന്നും വായിച്ചിട്ട് പരിചയമൊന്നും. ഞാൻ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. കവിതയും എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ താല്പര്യമുള്ള ആളുകളായിരുന്നു. പക്ഷേ ഇയാള് വന്ന് വീട്ടിൽ വന്നപ്പോ ഇയാളെ കവിത ചൊല്ലലും. ഇയാള് ഏത് വീട്ടിലാ വന്നത്? എന്റെ വീട്ടിലല്ലോ, എന്റെ കാമയൊക്കെയാണല്ലോ ഒന്ന് കവി നടത്തലോ അല്ലെ ഇയാളുടെ കവിത ഞാൻ വായിക്കില്ല, എനിക്ക് താല്പര്യമില്ല. ഞാനത് അങ്ങനെ ഒരു ഫുൾ ടൈം നക്സലൈറ്റ് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട അതുകൊണ്ട് എനിക്കിതൊന്നും അയ്യപ്പനെ കണ്ട് നമ്മളൊരു ആരാധന നിൽക്കില്ല. പക്ഷെ ഇയാളുടെ കവിതയും ഇയാളുടെ ചൊല്ലലും ഇയാളുടെ ആരോഗ്യം വീക്കായപ്പോ ഇത് ഒരിക്കലും കിട്ടൂല എന്നുള്ളൊരു വിചാരത്തിനാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ചിത്രീകരണം തുടങ്ങിയപ്പോൾ ഇതൊരു ഭീകരമായ ഒരു സാധനമാണെന്ന് മനസ്സിലായില്ല. ഇത് ഒന്നുമില്ല. കാരണം ഇന്ന് ഇവിടെ നിൽക്കുന്ന പറഞ്ഞാൽ ഇവിടെ നിൽക്കും, ഇവിടെ നിൽക്കുന്ന ഇവിടെ നിൽക്കും. നമ്മള് ബുക്ക് ചെയ്ത എടാ വരും, ഷൂട്ട് ചെയ്യാൻ ആളെ കിട്ടില്ല. അപ്പൊ നമ്മളെന്ത് വീട്ടിൽ ഒതുക്കാതെ നമുക്ക് അങ്ങനെയാണ് വീട്ടില് താമസിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. താമസിക്കാൻ തീരുമാനിച്ചോടെ തന്നെ നമ്മുടെ കുടുംബത്തിന്റെ മൊത്തം കുട്ടികളെ വിദ്യാഭ്യാസത്തിന് ബാധിച്ച് പിന്നെ വേറെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടത്. ഇയാളുടെ ടോർച്ചറിങ് അത് അസഹനീയമാണ്. ടോർച്ചറിങ് കാരണം 24 മണിക്കൂർ രാത്രി വീട്ടിലിങ്ങനെ പെങ്ങളാണ് അമ്മയാണ് പറഞ്ഞോണ്ടിരിക്കുക. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മെന്റലി ഡിപ്രഷനായി പോകും. കേട്ട് ആര് കേൾക്കാൻ ഭ്രാന്ത് പിടിച്ചൂലേ. അപ്പൊ ഇതിങ്ങനെ കേട്ട് കളിച്ച് ചാടുന്നുണ്ടേ സാധനം മുഴുവൻ വിഭാഗം നിർത്തിയിട്ടുണ്ട്. ഇയാളെ പറ്റില്ല എന്നാണ് അസാധ്യമായ ഒരു കാര്യമാണ്. നിങ്ങളെ സിനിമയും വേണ്ട ഒന്നും വേണ്ട പറഞ്ഞ അവസാനിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരെയും അടിച്ച് വിളർക്കം ചെയ്യുന്നുണ്ട്. അത് നമ്മള് ഒരാള് സ്നേഹിക്കുന്നതും നമ്മള് സ്നേഹിക്കുന്നതൊക്കെ നമുക്കെല്ലാം എല്ലാവർക്കും മനുഷ്യജീവികൾക്കെല്ലാം ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് ഒരു തരം അങ്ങേ അറ്റം എത്തുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അത് 4 മണിക്ക് ഞാൻ എണ്ണീറ്റ് 4 മണിക്ക് അയ്യപ്പ എണീക്കും. അടുക്കളയിൽ വന്നിരിക്കും പൂച്ചക്കുട്ടിയിരിക്കുന്ന പോലെ അടുത്ത് വന്നിരുന്നു. ഇത് എല്ലാ സമയവും നമ്മള് ഒരു അയ്യപ്പനെന്ന് വെച്ചാല് ഒരു മാനസികാവസ്ഥയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മള് പല മാനസികാവസ്ഥയിലാണ്. നമുക്ക് ഫാമിലി പ്രശ്നങ്ങള്, ജോലി, പിന്നെ കുട്ടികളുടെ പ്രശ്നം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഇടക്ക് ഈ ഒരു സംഭവം മാത്രം കേൾക്കുക എന്ന് പറയുമ്പോ ഏത് സമയം ഇത് തന്നെ കേട്ടോണ്ടിരിക്കും. അവിടെ നിന്ന് എങ്ങനെ ഓടി രക്ഷപ്പെടാൻ തോന്നുന്നു. പിന്നെ നമുക്ക് എന്താ പറയാ, അത് നല്ലൊരു ഹാപ്പി ആയ ഒരു മൂഡിലല്ല നമുക്ക് കേൾക്കാൻ. പക്ഷെ അതൊരു ആ സ്നേഹത്തിന് അങ്ങനെ ഒരു വശം കൂടി ഉണ്ടെന്ന് അങ്ങനെ മനസ്സിലായി എനിക്ക്. ഒരുപാട് സ്നേഹം നമ്മളെ ഒരുപാട് ഹർട്ട് ചെയ്യുന്നുണ്ട്. ഒരു എക്സ്ട്രീമിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. സത്യമാണത്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു 3-4 ദിവസം ഇല്ല. നിങ്ങള് പടം നിർത്തി അയ്യപ്പനെ വീട്ടിൽ നടക്കുന്നതാണ്. അയ്യപ്പൻ വേണോ സിനിമ വേണോ? അപ്പൊ പറ്റില്ല, നീ ഷൂട്ട് ചെയ്യാൻ വീട്ടിൽ നിന്ന് അയ്യപ്പനെ സ്ഥലം പിടിച്ചതാണ്. ഇവിടെ പടം നിർത്തി കുടുംബം ഉള്ളാകണ്ടാണ്. കാരണം ഇയാളെ ഇങ്ങക്ക് ചിത്രീകരിക്കാൻ പറ്റില്ല. ഞാനെന്റെ ഡോക്ടർ പറഞ്ഞു 2 വേണം തന്നെ. കാരണം ഇവിടെ ഹോസ്പിറ്റൽ ഇയാളുടെ ഈ ശല്യം കൊണ്ട് സ്ഥിരമായ ശല്യം കൊണ്ട്
അപ്പൊ ഒരു അങ്ങനെ ഉണ്ട് ഒരു സംഭവം. അപ്പൊ പിന്നെ നിർത്തി. ഞാൻ പിന്നെ എന്തായാലും എന്റെ ഉള്ളിൽ ശല്യപ്പെട്ട് ഇവിടെ എന്ത് തകരാറാമെങ്കിലും സിനിമ പൂർത്തീകരിക്കണം മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അതൊരു സ്വാർത്ഥതയായിരുന്നു. സ്വാർത്ഥ തന്നെയത്. സ്വാർത്ഥ വെച്ചാൽ അത് ഇത് എന്ത് പീഡനായാലും വയ്ക്കില്ല, എനിക്ക് പടം പൂർത്തീകരിക്കാന്നുള്ള ഒരു സന്തോഷം. ഞാനതില് അങ്ങനെയാണ് സന്തോഷിക്കുന്നത്. അത് പൂർത്തീകരിക്കാന്നില്ല, അത് എന്ത് സംഭവിച്ചാലും ഒരു ഫാമിലി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ നമ്മള് തീർച്ചയായിട്ടും ഭാര്യ ഭർത്താവ് കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സെറ്റപ്പില് ജീവിക്കുന്ന ആൾക്കാരാണ്. എങ്കിലും സാധാരണ കേരളത്തിലുള്ള അല്ലെ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. കാരണം ഒരുപാട് ഫ്രീഡം അവസ്ഥയുണ്ട്. പക്ഷെ അതേ സമയത്ത് എന്താണ് ആ ഒരു കൺസെപ്റ്റ് ഇതിൽ നിന്ന് വ്യത്യസ്തമായ കോൺസെപ്റ്റ് നമുക്കുള്ളത് കൊണ്ടാണ് അയ്യപ്പനെ നമ്മൾ അവിടെ ഒരു സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ അയ്യപ്പൻ നിങ്ങളൊക്കെ വരുന്ന പോലെ ഒരു ദിവസം വരികയും തിരിച്ചു പോവുകയും ചെയ്യും. പക്ഷെ എന്താണ് ഇത്രയും ഇടുങ്ങിയ ഒരു ഞങ്ങളെ കൂടെ തന്നെ വളരെ എന്താ 24 hours മിക്കവാറും എല്ലാ ദിവസവും അയ്യപ്പൻ എന്താ പറയുക ഇതൊന്നല്ല ശരിക്കും ഭീകരമായ ഒരവസ്ഥ. ഇപ്പം കള്ളുപിടിക്കാൻ കഴിയുന്നില്ല. ഭീകരമായ അവസ്ഥയില് നമ്മള് രാവും പകല് ഞങ്ങള് സഹിക്കുകയാണ്. അപ്പൊ എങ്കിലും അതില് നമ്മളൊരു എന്താ പറയാ എന്തോ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് അന്ന് അടിച്ചോടിച്ചു വിടാലോ. എന്തോ ഒരു എങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് അത് ഉള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ ഇത് എന്താ പറയാ വേറൊരു തലത്തിലേക്ക് പോകുമ്പോഴാണ് ആകെ പ്രശ്നം. അയ്യപ്പനെ ഒഴിവാക്കാനും പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല, മനസ്സൊന്നും ഒഴിവാക്കാൻ അപ്പൊ അതും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഫാമിലി എന്ന് പറഞ്ഞാൽ കുട്ടികൾ വേണം, അവര് പഠിക്കണം, എനിക്ക് ജീവിക്കണം, എന്റെ ഫാമിലി എന്ന് പറയുന്ന സംഭവം വേണം, ഇതൊക്കെ വേണം. അതേസമയത്ത് അയ്യപ്പനും വേണം. ലൈഫില് ഞാൻ പറഞ്ഞില്ലേ ഒരു 3-4 ദിവസം ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. അയ്യപ്പന്റെ കവിതകളായിരുന്നു ഒരു ബന്ധങ്ങളുടെ തുടക്കത്തിന് കാരണമായത്. ഡിഫറെന്റ് കവിതകൾ എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ ചെറുപ്പകാലം മുതൽ പഠിച്ചു പദ്യങ്ങളായിട്ടൊക്കെ പഠിച്ചു വന്നിട്ടുണ്ട് അല്ലെ, ഒരുപാട് കവിതകൾ. പക്ഷെ കവിത എന്ന് പറയുന്ന വേറൊരു ഇതിലേക്ക് ഒരു വായനയുടെ ലോകത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ അയ്യപ്പന്റെ കവിതകളെ കുറച്ച് മാറ്റി നിർത്തിയാണ് വായിക്കുന്നത്. വായിച്ചു കഴിയുമ്പോൾ അതിന്റെ പല തരത്തിലുള്ള തലങ്ങളിലേക്കും അതിന്റെ ഘടനകളിലും ഒരുപാട് വ്യത്യസ്തത കാണുകയും അത് അയ്യപ്പന്റെ ലൈഫിലും കൂടെ കാണുമ്പോൾ അങ്ങനെയല്ല നമ്മളിപ്പം മറ്റ് എന്താ പറയാ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പുറകെ പോകുന്ന കുറെ കവികൾ നമുക്കുണ്ട്. പക്ഷെ അവരുടെ കവിതകൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാം എന്താ കവിതകൾ വളരെ സുന്ദരമായിട്ട് ചൊല്ലുകയും അതിന്റെ മീനിങ്ങും ഇന്റർമീനിങ്ങും ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയും ലൈഫ് അതിൽ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കവികളുടെ ലൈഫ് ഒരിക്കലും അതിനോട് ഒത്തുപോകുന്നൊന്നല്ല. നമ്മള് ഫാമിലി എന്ന് പറയുന്ന ഇതൊക്കെ ഇഷ്ടപ്പെടുകയും അതൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ അതിൽ നിന്ന് കുറച്ച് എന്താ പൊട്ടിച്ച് പുറത്തു പോകണം എന്നൊരു ആഗ്രഹം മെന്റലി ആഗ്രഹിക്കുന്ന ആളാ നമുക്ക്. പക്ഷെ പ്രായോഗികമായിട്ട് കഴിയുന്നില്ല. അയ്യപ്പന് ഇതൊക്കെ കഴിയുന്നുണ്ട്. കംപ്ലീറ്റ് ചെയ്യണം. എനിക്ക് അതിന്റെ ബാക്കി കുറച്ചുകൂടി നിങ്ങൾ കയറി ഇടപെടില്ല. ഇതൊരു മാതൃകാപരമായ സംഭവം അല്ല. ഞാൻ പറഞ്ഞിട്ടെ ഇതൊരു ഭാഗത്ത്. അതേ സമയത്ത് ഞാൻ അയ്യപ്പനോട് പറഞ്ഞാല് നിങ്ങള് കല്യാണം കഴിക്കാത്തതും നിങ്ങൾക്ക് ഫാമിലി ഇല്ലാത്തതും എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വാർത്ഥത കൊണ്ടാണ്.